മലയാളികൾക്കേറെ പ്രിയങ്കരരായ താരജോഡികളായിരുന്നു മഞ്ജു വാര്യരും ദിലീപും. ബിഗ് സ്ക്രീൻ ജോഡികൾ ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ പ്രേക്ഷകരും ഏറെ സന്തോഷിച്ചിരുന്നു. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയായിരുന്നു. ഇത് ആരാധകരിലും നിരാശയുണ്ടാക്കി. എന്നിരുന്നാലും ഇപ്പോഴും ദിലീപിനോടും മഞ്ജുവിനോടും സ്നേഹം സൂക്ഷിക്കുന്നവർ ഏറെയാണ്. ഇരുവരുടെ എല്ലാ വിശേഷങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട്. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് മുൻപ് ദിലീപ് ഒരു മാഗസീന് നൽകിയ അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത്. സംവിധായകനായ ശാന്തിവിള ദിനേശാണ് ഈ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചത്. ദിനേശ് പണിക്കരുമായുണ്ടായ ചെക്ക് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്ന് ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ അതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അഭിമുഖത്തിൽ ദിലീപ് പറയുന്നുണ്ട്. ഞാൻ യൂറോപ്പിലായിരുന്ന സമയത്ത് ദിനേശ് പണിക്കരുമായുള്ള ചെക്ക് കേസ് വന്നു. ഇത് അറിഞ്ഞ NF വർഗീസ് മഞ്ജു വാര്യരെ വിളിച്ച് എന്തിനാണ് ദിലീപ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. കുറെ വഴക്ക് പറഞ്ഞു. വർഗീസേട്ടൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്നായിരുന്നു ഞാൻ മഞ്ജുവിനോട് പറഞ്ഞത്. കാരണം വർഗീസേട്ടൻ എല്ലാവരിൽ നിന്നും കറക്റ്റായി പൈസ വാങ്ങുന്നയാളാണ്. ദിലീപിൻ്റെ അഭിമുഖം ഉദ്ധരിച്ചുകൊണ്ട് ശാന്തിവിള ദിനേശ് പറയുന്നത് ഇങ്ങനെയാണ്: എനിക്ക് കിട്ടാനുള്ള കാശായതിനാലാണ് ഞാൻ കേസ് കൊടുത്തതെന്ന് ദിലീപ് പറയും. ചിലർ അങ്ങനെയാണ്, സുകുമാരേട്ടനൊക്കെ അങ്ങനെയായിരുന്നു. മലയാള സിനിമയിൽ ആരെങ്കിലുമൊക്കെ സുകുമാരേട്ടന് പൈസ കൊടുക്കാനുണ്ടോ? NF വർഗീസും കൃത്യമായി പൈസ വാങ്ങുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണമെന്നാണ് ദിലീപ് പറയുന്നത്. എനിക്ക് കിട്ടാനുള്ള ലക്ഷങ്ങളുടെ ചെക്കിനാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത്. NF വർഗീസിന് ഒരു നഷ്ടവും വരാനില്ല. അദ്ദേഹം കൃത്യമായി എല്ലാവരുടെയും കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നുണ്ടല്ലോ എന്നും മഞ്ജുവിനോട് ദിലീപ് പറയുന്നു. NF വർഗീസ് വിളിക്കണമെന്ന് പറഞ്ഞ കാര്യവും മഞ്ജു പറയുന്നുണ്ട്. NF വർഗീസിന് നേരിട്ട് വിളിക്കാമായിരുന്നിട്ടും മഞ്ജുവിനെ പറഞ്ഞേൽപ്പിക്കുകയാണ് ചെയ്തത്. മഞ്ജു വാര്യർ പറഞ്ഞിട്ടും ഞാൻ NF വർഗീസിനെ വിളിച്ചില്ലെന്ന് ദിലീപ് അഭിമുഖത്തിൽ പറയുന്നു. ഇതോടെ മഞ്ജു വാര്യർ ദിലീപിനോട് ദേഷ്യപ്പെട്ടു. ഞാൻ തിരിച്ചു വിളിക്കാത്തതിൽ വർഗീസേട്ടന് സങ്കടമുണ്ടായിരുന്നു. ഒരു ദിവസം കൂടി വർഗീസേട്ടൻ സങ്കടപ്പെടട്ടെ, എന്നിട്ട് വിളിക്കാമെന്നായിരുന്നു മഞ്ജു വാര്യരോടുള്ള എൻ്റെ മറുപടി. അന്ന് ഞാൻ കമൽ സാറിൻ്റെ സിനിമയിലെ ലൊക്കേഷനിലായിരുന്നു. അവിടെ വെച്ചാണ് അറിഞ്ഞത് NF വർഗീസ് ആശുപത്രിയിലാണെന്ന്. ഞാൻ ഷൂട്ടിംഗ് നിർത്തിവെച്ച ആശുപത്രിയിലേക്ക് ഓടിച്ചെന്നെങ്കിലും അദ്ദേഹം മരിച്ചു. എനിക്ക് വലിയ ഷോക്കായ സംഭവമായിരുന്നു അത്. അതിൽ പിന്നെ എന്തു പിണക്കവും വേഗത്തിൽ തീർക്കാൻ ഞാൻ ശ്രമിക്കുമെന്നും ദിലീപ് പറയുന്നതായി ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു. തീർച്ചയായും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. എന്നെ വിളിക്കാൻ അവനോട് പറ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനാകില്ലെന്ന് പറയുകയും ആശുപത്രിയിലാണെന്നറിഞ്ഞ് ഓടിച്ചെല്ലുമ്പോഴേക്കും അദ്ദേഹം മരിച്ചു എന്ന് അറിയുന്നതും തീർച്ചയായും സങ്കടകരമായ കാര്യമാണെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. അതേസമയം മഞ്ജുവും ദിലീപും തങ്ങളുടെ സിനിമാ തിരക്കുകളിലാണ്. കൈനിറയെ ചിത്രങ്ങളാണ് ഇരുവർക്കും. ദിലീപിൻ്റെ പവി കെയർടേക്കർ എന്ന ചിത്രമാണ് റിലീസ് ചെയ്തത്. രണ്ടാം വരവിൽ മഞ്ജുവാകട്ടെ അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും ചുവടുറപ്പിച്ചു. ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കൂടെയും മഞ്ജു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ബോളിവുഡിലും നടി ചുവടുവെക്കുന്നതായി വാർത്തകളുണ്ട്.